ടെക്നോളജി വൈസ് അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുന്ന നമുക്ക് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം ഡ്രോണാണ്. ഈ സർഫസ് ലെവലിൽ നിന്ന് 500 മീറ്റേഴ്സ് മേളിലേക്ക് ഇതിനെ ഫ്ലൈ ചെയ്യാൻ പറ്റും. 20 കിലോമീറ്റർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ DJ എന്ന് പറയുന്ന കമ്പനി പറയണത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് DJI Mini 4 Pro നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയ്ക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ DJI Mini 4 Pro ഒരു ബോക്സിങ് വരുന്നത്. സൈഡിലൊരു ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് ബണ്ടിൽ ഫ്ലൈമോർ പ്ലസ് എന്ന് പറയുന്ന ഒരു ഫുൾ സെറ്റ് വരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഗൈസ്, അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ബാർകോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഒരു കാറ്റലോഗാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ആംബ്രൈൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഉള്ള ഒരു അഡാപ്റ്ററാണ്. എക്സ്റ്റേണലായിട്ട് നമ്മൾ മേടിച്ചതാണ്, ഈ മേടിച്ച ഷോപ്പിൽ നിന്ന് തന്നെ. അപ്പോൾ നമുക്കിനി നമ്മുടെ മെയിൻ താരത്തെ പുറത്തേക്ക് എടുക്കാം. എടുക്കുന്ന സമയത്ത് ഇതാണ് ഇവൻ്റെ ഒരു വാട്ടർ പ്രൂഫിങ് കവറോട് കൂടിയിട്ടുള്ള ഒരു ബാഗ് വരുന്നത്. ഇതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിനകത്തുനിന്ന് നമ്മുടെ RC പുറത്തേക്ക് എടുക്കാം. RC എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡ്രോണിൻ്റെ കൺട്രോളറാണ്. ഇൻബിൽറ്റ് സ്ക്രീൻ വരുന്നതാണ്. RC2 എന്ന് പറയുന്നൊരു മോഡലാണ് ഈ സംഭവം. RC2 കൊണ്ട് N12 അങ്ങനെ എന്തോ ഒരു മോഡലും കൂടെ ഉണ്ട്. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു കൺട്രോൾ സെറ്റ് മാത്രമേ വരുള്ളൂ. സ്ക്രീനിന് വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ എടുത്ത് വെക്കണം. ഇതാകുമ്പോഴത്തേക്കും സ്ക്രീൻ ഇൻബിൽറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പാടോ കാര്യങ്ങളൊന്നുമില്ല, ഈസി ടു യൂസ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു RC വരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ ഡ്രോണ്. അപ്പോൾ ഇവനാണ് ആ സാധനം. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു സാധനമാണ്. 249 ഗ്രാമിൻ്റെ താഴത്താണ് ഇതിൻ്റെ ഒരു വെയിറ്റിംഗ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ വരുന്നത് ഇവൻ്റെ 3 ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫ്ലൈമോർ പ്ലസ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റിനകത്ത് വരുന്നത് 3 ബാറ്ററിയാണ്. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക, രണ്ട് സൈഡിൽ പ്രസ് ചെയ്യുക, ജസ്റ്റ് എടുക്കുക. ഫസ്റ്റ് തന്നെ നമുക്ക് RC സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ RC എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ പിറകിലായിട്ട് 2 പിന്ന് കാണാൻ പറ്റും. ഓരോ പിന്നും എടുത്തിട്ട് നമ്മൾ ഈ ഒരു ജോയ്സ്റ്റിക്കിൻ്റെ ഈ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജോയ്സ്റ്റിക്കായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആൻറ്റിന ഓപ്പൺ ചെയ്യണം. ആൻറ്റിന ഓപ്പൺ ചെയ്തിട്ട് ഇതിനൊന്ന് ഓണാക്കാം. നമുക്ക് ഓണാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പവർ ബട്ടൺ ഇല്ല. ഈ പവർ ബട്ടണിൽ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, പിന്നെ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ DJയുടെ ഒരു സിമ്പലും കാര്യങ്ങളൊക്കെ വരും. ഇതിന് 3 മോഡുണ്ട്. CNS. C എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമാറ്റിക്, N എന്ന് പറയുമ്പോൾ നോർമൽ മോഡ്, S എന്ന് പറയുമ്പോൾ സ്പോർട്സ് മോഡ്, H എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ബട്ടൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ബട്ടൺ എന്ന് പറയും. ഇതിൻ്റെ കൂളർ ഫാനാണ്, അകത്തുനിന്ന് എയർ പുറത്തേക്ക് ഇടാനുള്ള. പിന്നെ ഇതിനകത്തൊരു USB പോയിന്റ് വരുന്നുണ്ട്. നമ്മുടെ മൈക്രോ SD ഇതിനകത്ത് ഇടാൻ പറ്റും. C2 C1 എന്ന് പറഞ്ഞിട്ട് 2 ബട്ടൺ കാണാം. C2 എന്ന് പറയുമ്പോൾ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ വേണ്ടി. C1 എന്ന് പറയുമ്പോഴത്തേക്കും ടിൽറ്റ് ചെയ്യാൻ വേണ്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ടിൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. RC ഇത് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണാം ബിഫോർ യു ഫ്ലൈ എന്നും പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. ക്വിക്ക് ട്രാൻസ്ഫർ ഉണ്ട്, സർവീസ് ഉണ്ട്, കണക്ഷൻ ഗൈഡ്, ആൽബം, സ്കൈ പിക്സൽ, പ്രൊഫൈൽ, അങ്ങനെ കുറേ സംഭവങ്ങളാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ബിഫോർ യു ഫ്ലൈയിങ് തുടങ്ങാം. റെക്കമെൻഡഡ് സോൺ എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു RC ഡ്രോണിന് GPS ടെക്നോളജി ഉണ്ട്. അതായത് നമ്മൾ എവിടെയാണോ നിൽക്കുന്ന ലൊക്കേഷൻ അത് ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ പറത്താൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് തരുന്ന ഒരു ജിയോഗ്രഫിക്കൽ മാപ്പ് ഇതിനകത്ത് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പറത്തിക്കൂടാത്ത സ്ഥലത്തൊക്കെ നിന്ന് നമ്മൾ പറത്തുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ തരും. പിന്നെ തൊട്ട് താഴത്ത് ക്വിക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിടപ്പുണ്ട്. കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഷെയ്ഡ് അടിക്കുന്നുണ്ട്. ഈ ക്വിക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഇതിനകത്ത് നമ്മൾ ഫ്ലൈ ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന ഫയൽസ് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി വയർലെസ് ആയിട്ട് നമുക്ക് കോപ്പി ചെയ്യാം. ജസ്റ്റ് ആപ്പ് ടു ആപ്പ് കോപ്പി ചെയ്യാൻ പറ്റും. സർവീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം കൂടുതൽ താമസിപ്പിക്കുന്നില്ല, ഇനി നമുക്ക് നേരെ ഡ്രോണിനെ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ. ചെറിയ സാധനമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു 249 ഗ്രാമിൻ്റെ താഴത്താണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ ഇതിന് 2 കേസിങ് വരുന്നുണ്ട്. കേസിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ഗിംബൽ പ്രൊട്ടക്ടർ വരുന്നുണ്ട്. ഇതിനകത്താണ് നമ്മുടെ ക്യാമറയും ഗിംബലും വരുന്നത്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു കേസിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 4 ലീഫിനെ കവർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബാഗിലൊക്കെ വെക്കുമ്പോൾ ഈ ലീഫും കാര്യങ്ങളും ഒടിയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ പ്രൊപ്പല്ലേഴ്സും. അപ്പോൾ അതിനൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ക്ലിപ്പിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഡ്രോൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ക്ലിപ്പിംഗ്. ഇവിടെ ഈ കാണുന്ന ഈ ബട്ടൺ
പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കേസ് ഇങ്ങനെ ഊരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കേസിങ്. അപ്പോൾ ലീഫും പ്രൊപ്പലേഴ്സും ലെഗും എല്ലാം ഫ്രീ ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ഗിംബൽ റിമൂവ് ചെയ്യാം. ഗിംബൽ റിമൂവ് ചെയ്യാനായിട്ട് തൊട്ട് താഴെ ഇവിടെ ഈ ഡ്രോണിൻ്റെ അടിവശത്തായിട്ട്, ഡ്രോൺ ഇങ്ങനെയാണ് ഇതിൻ്റെ നോർമൽ പൊസിഷൻ, അതിൻ്റെ തൊട്ട് അടി ഭാഗത്തായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ക്ലിപ്പ് കാണാം. ആ ക്ലിപ്പ് ഇങ്ങനെ വലിക്കുക, ഇതിങ്ങനെ എടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഗിംബൽ പ്രൊട്ടക്റ്റ് വരുമ്പോൾ നമ്മുടെ കുഞ്ഞൻ ക്യാമറ ഇവനാണ്. പിന്നെ നമുക്ക് ലീഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ DJ എന്നുള്ള സിമ്പിൾ കാണും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നോർമൽ പൊസിഷൻ. ക്യാമറ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നു. ഈ 2 ലെഗും താഴത്തെ 2 ലെഗും ഫ്രണ്ടിലും ബാക്കിലെയും ഓപ്പൺ ചെയ്യാനുള്ളത് രണ്ട് രീതിക്കാണ്. ബാക്കിലത്തത് റിമൂവ് ചെയ്യാനുള്ളത് സൈഡിലേക്കാണ്. 2 സൈഡിലേക്ക് വെച്ചു. ഇനി നേരെ ഇവനെ ഉൾട്ട തിരിക്കുക. അതിനുശേഷം ഈ താഴെയുള്ള ഈ ബട്ടൺ ഉണ്ടല്ലോ, താഴെയുള്ള ലെഗ് അത് ജസ്റ്റ് പൊക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ ഇവനാണ് നമ്മുടെ മുകളിൽ പോയി പറന്ന് ആകാശ ദൃശ്യങ്ങളൊക്കെ പകർത്തി നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്ന സാധനം. ഡ്രോൺ അവിടെ ഇരിക്കട്ടെ. അടുത്തത് നമ്മുടെ ബാറ്ററി. അപ്പോൾ ഫസ്റ്റ് തന്നെ ബാറ്ററി റിമൂവ് ചെയ്യാം. ബാറ്ററി റിമൂവ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഈ 2 സൈഡിലായിട്ടും ഓരോ ക്ലിപ്പുണ്ട് ബാറ്ററി തന്നെ ഇൻബിൽട്ടായിട്ട്. ക്ലിപ്പ് ഇങ്ങനെ പ്രസ് ചെയ്യുക, പൊക്കിയെടുക്കുക. അപ്പോൾ ബാറ്ററിയുടെ ഈ ഒരു സ്റ്റിക്കർ ഭാഗം ആണ് ആദ്യം ഫസ്റ്റ് അകത്തേക്ക് കയറാനുള്ളത്. അപ്പോൾ നേരെ എടുത്തിട്ട് ഈ ഒരു ഹോളിലേക്ക് ബാറ്ററി ഇൻസെർട്ട് ചെയ്യുക. ഈ ഒരു ഡ്രോണിന് 4 സെൻസറുണ്ട്. 360 ഡിഗ്രി സെൻസർ കവറേജ് ഉണ്ട്. സെൻസർ എന്ന് പറയുമ്പോഴത്തേക്കും സൈഡിൽ വല്ല ഒബ്സ്റ്റക്കിളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ള് ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വാർണിംഗ് തരും സ്ക്രീനിൽ, നമ്മുടെ RCയിൽ. അതായത് ഫ്രണ്ട് 2 ഭാഗം, പിന്നെ സൈഡിലത്തേക്കുള്ള 2 പിന്നെ അടിയിലൊരു 2 പിന്നെ പ്ലസ് ഇത് എക്സ്ട്രാ ഒരു സെൻസറും കൂടിയിട്ടാണ് ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. ഇത് ലാൻഡിങ് ലൈറ്റാണ്, ഈ കാണുന്ന ചെറിയൊരു ബട്ടൺ. ഇതിനെ ഇനി ഒന്ന് ഓൺ ആക്കി നോക്കാം. നേരത്തെ നമ്മൾ RC ഓൺ ചെയ്ത പോലെ തന്നെയാണ് ഇതും ഓൺ ആക്കാനുള്ളത്. ഫസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, പിന്നെ ഒരു 3 വട്ടം ലോങ് ഹോൾഡ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ഫാനും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണായി, ഒരു സൗണ്ട് വന്നു, ഓണായി. ഓൾറെഡി RC തൊട്ട് സൈഡിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഇപ്പം കണക്റ്റ് ആയത്. ഇതിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ബാറ്ററി ലെവലാണ്. തൊട്ട് സൈഡിലായിട്ട് നമുക്ക് എയർ എക്സോസ്റ്റ് കാണാൻ പറ്റും. ഇതിനകത്തു നിന്നുള്ള ഹോട്ട് എയർ പുറത്തേക്ക് കളയുന്നത്. പിന്നെ ഭയങ്കരമായിട്ട് ഇത് ഹീറ്റാവും ഫ്ലൈ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഹീറ്റും കാര്യങ്ങളും പുറത്തേക്ക് വിടാനുള്ള എയർ വെൻറ്റിലേഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ മുട്ടത്തോട് പോലത്തെ സ്ട്രക്ചറാണ്. നമുക്ക് തന്നെ കേൾക്കുമ്പോൾ തന്നെ വളരെ കട്ടി കുറഞ്ഞ ഒരു മെറ്റീരിയൽ കൊണ്ട് യൂസ് ചെയ്താൽ തോന്നും, പക്ഷേ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി കൊണ്ട്. ഇത് നമ്മുടെ RC എടുത്തു കഴിഞ്ഞാൽ 2 ആൻറ്റിനാസ്, നമ്മുടെ ജോയ്സ്റ്റിക്ക് ഇതാണ്, പവർ ബട്ടൺ, മോഡ് മാറ്റുന്ന ബട്ടൺ, പിന്നെ നമ്മുടെ ഈ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രോണിന് ഒരു GPS ഇൻബിൽട്ട് ആയിട്ടുണ്ട് ഇതിനകത്ത്. ഈ ഡ്രോൺ ഇപ്പം നിൽക്കുന്ന കറണ്ട് ലൊക്കേഷൻ ഇതിൻ്റെ GPS ഉപയോഗിച്ചുകൊണ്ട് ഇത് സ്റ്റോർ ചെയ്യും. ഇതിൻ്റെ ബാറ്ററി തീരുകയോ അല്ലെങ്കിൽ കണക്ഷൻ ലോസ്റ്റ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹോം പോയിന്റിലേക്കായിരിക്കും ഇത് റിട്ടേൺ വരുന്നത്. ടെക്നോളജി വൈസ് അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുന്ന, നമുക്ക് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം ഡ്രോണാണ്. 20 കിലോമീറ്ററാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ DJ എന്ന് പറയുന്ന കമ്പനി പറയണത്. ഞങ്ങളിതിന് 5-5.5 കിലോമീറ്റർ പറത്തി വിട്ടിട്ടുണ്ട്. ഈ സർഫസ് ലെവലിൽ നിന്ന് 500 മീറ്റേഴ്സ് മുകളിലേക്ക് ഇതിനെ ഫ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത നമ്മൾ ബാറ്ററി എടുക്കുന്ന സമയത്ത് 3 ബാറ്ററി നമുക്ക് ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫ്ലൈ മോർ പ്ലസ് എന്ന് പറയുന്ന കോംബോ വഴി. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഇവിടെ കാണിക്കുന്നത് ഇതിൻ്റെ ബാറ്ററി ലെവലാണ്. ബാറ്ററി ലെവൽ അറിയണമെങ്കിൽ ജസ്റ്റ് ഇതിനൊന്ന് പൊക്കുക, തിരിച്ചൊന്നും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ബാറ്ററി ലെവൽ എത്ര ഉണ്ടെന്നുള്ളത് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഗതികൾ. പിന്നെ അപ്പോൾ അങ്ങനെ നമ്മളെ DJ Mini 4 Proയുടെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു റഫ് വീഡിയോ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ലെങ്തി വീഡിയോ ആയി പോകും. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന മറ്റൊരു വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളുടെ വീഡിയോ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം എന്നുള്ള ആ ഒരു സിമ്പലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഗൈസ്. ഇപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന വിഷ്ണു, നമ്മൾ അണിയറ പ്രവർത്തനം നമ്മൾ വീഡിയോ കാണിക്കണ്ടേ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗൈസ്, അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.